കൂട്ടുകാരെ എല്ലാവരും വായോ. നമ്മുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയും ചുറ്റുപാടുകളും ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പള്ളിയുടെ ചരിത്രങ്ങളൊന്നും നിങ്ങളോട് പറയണില്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ മാലാഖേനെ കുറിച്ച് രണ്ട് വാക്കെന്ന് പറയാമെന്ന് വെച്ചാൽ മാലാഖേനെ കുറിച്ച് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഒല്ലൂരിൻ്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും കാവൽക്കാരനായിരിക്കുന്ന മാലാഖ നമ്മളെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ അസുഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ട് നമ്മൾ മാലാഖയുടെ മധ്യസ്ഥം തേടായി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ മാലാഖേനെ കുറിച്ച് ഒന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. പിന്നെ ഇവിടെ പ്രതിഷ്ഠ അന്തോണീസ് പുണ്യാളനാണ്, അത് ആരും മറക്കരുത് കേട്ടോ. പക്ഷേ പ്രത്യക്ഷം കൂടുതൽ മാലാഖയ്ക്കാണെന്നേ ഉള്ളൂ. അപ്പോൾ വായോ എല്ലാവരും. ഇപ്പോൾ ഫ്രണ്ട് വശമൊക്കെ കണ്ടില്ലേ പള്ളിയുടെ. ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം. ഇത് പള്ളിയുടെ ഇടതുവശം എന്ന് പറയുന്നത് പള്ളിയുടെ കണ്ട പന്തലൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കണ്ടില്ലേ, നമ്മുടെ സ്റ്റേജ് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ പണികൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ബാൻഡ് സെറ്റ് മത്സരങ്ങൾ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഗ്രോട്ടോ കണ്ടില്ലേ, പിന്നെ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. ഇത് നമ്മുടെ അച്ഛന്മാരുടെ മുറികളിലേക്കും ഒക്കെ കയറാനുള്ള കോണിയാണ് കേട്ടോ. പിന്നെ കണ്ടാ നമ്മുടെ നേർച്ച കൊടുക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഓഫീസ് വക കാര്യങ്ങളും എല്ലാം ഈ ഭാഗത്താണ് ഉള്ളത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ മണിമാളിക. നമ്മുടെ മണിമാളികരെ പോലെ ഒരു പള്ളിയിലും ഉള്ളതായിട്ട് എനിക്കറിവില്ല. അത്രയും ഭംഗിയും പള്ളിയുടെ പുരാതനമായിട്ടുള്ള പൈതൃകം വിളിച്ചോതുന്ന സ്തംഭമാണ് കേട്ടോ നമ്മുടെ മണിമാളിക. പെരുന്നാൾക്ക് ലൈറ്റ് ഇട്ടിട്ടൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും ഭംഗി, അത്രയും ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആ മണിമാളിക നമ്മുടെ ഒല്ലൂർ പള്ളിയുടെ ഒരു ഭാഗ്യം തന്നെയെന്ന് പറയാം. പിന്നെ അടുത്തത് ഇപ്പുറത്തെ വശത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ സെമിത്തേരി. പള്ളി ഇടവകയിൽ ധാരാളം പണക്കാരായിട്ടുള്ള ആൾക്കാരും മുതലാളിമാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആരും വ്യത്യാസമില്ലാണ്ട് മുതലാളി തൊഴിലാളി ആരുമില്ല. എല്ലാവരും സമന്മാരായി ശാന്തരായി ഉറങ്ങുന്ന സ്ഥലത്താണ്. ഈ ഒരു സെമിത്തേരിയുടെ മാതൃക ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പള്ളിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. കാശുകാരെന്നോ പിന്നെ പാവങ്ങളെന്നോ ഒന്നുമില്ല. എല്ലാവരും ശാന്തരായി ഉറങ്ങുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ അപ്പനും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇവിടെ ഉറങ്ങുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഒരു നിമിഷം. പിന്നെ നമ്മുടെ പള്ളിയിൽ അൾത്താര നമുക്കൊരു 2 ചെറിയ അൾത്താരയുണ്ട്, ഒരു വലിയ അൾത്താരയുണ്ട്. എല്ലാ അൾത്താരയും ആ 3 അൾത്താരയിലും അതിലെ കൊത്തുപണികൾ കൊണ്ടും അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കണ്ടാൽ നമ്മുടെ പള്ളിയുടെ അൾത്താരയോളം ഭംഗി ഒറ്റ സ്ഥലത്തും ഈ പുരാതനമായിട്ടുള്ള ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കില്ല. അത് ഗ്യാരണ്ടിയാണ്. അതിൻ്റെ ഭിത്തിയിലായാലും മുകൾ വശത്തായാലും നമ്മുടെ ബൈബിളിലുള്ള ഓരോ ഭാഗം എല്ലാ കാര്യങ്ങളും നമ്മുടെ പള്ളിയിൽ ഇതിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എണ്ണ ഛായാചിത്രങ്ങളായിട്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും ഓരോ ബൈബിൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഈ ചുറ്റുപാടുകളിലായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ നിത്യാരാധന നടക്കുന്ന സ്ഥലം നമ്മുടെ പള്ളി മറ്റു പള്ളികളിലുണ്ട്. എന്നാലും നമ്മുടെ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒന്ന് ചെന്നിരുന്നാൽ നമ്മുടെ മനസ്സൊന്ന് തുറന്നൊന്ന് ശാന്തമായിരുന്നെന്ന് ദൈവത്തിനെ വിളിക്കാൻ എല്ലാം മറന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. പിന്നെ കണ്ടില്ലേ, പിന്നെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് കിടക്കാം. നമ്മുടെ ഇത്രയും വലിയ ഗ്രൗണ്ടുള്ള ഒരു പള്ളി ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ഒല്ലൂക്കാർക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്കൂള് LKG തൊട്ട് +2 വരെ എല്ലാം ഇതുകളും ഉള്ള സൗകര്യങ്ങളോടും കൂടിയ നമ്മുടെ സ്കൂള് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിനിടയിൽ ഈ ഗ്രൗണ്ടൊക്കെ 23-ാം തീയതിക്ക് ആയി നിറഞ്ഞ് കവിയും. എനിക്ക് പറയാനില്ല. കണ്ണിനും കരളിനും കാതിനും ഒക്കെ എന്താ പറയുക, ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ലൈറ്റുകൾ കൊണ്ട് നിറയും ഇവിടെ. അപ്പോൾ എല്ലാവരും ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അത് വന്ന് വായും നിങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ പന്തലിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ ഊട്ടി നടക്കുന്ന സ്ഥലം മാലാഖയുടെ പന്തൽ. ഈ സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വായോ. നമ്മൾ മാലാഖയുടെ പന്തലിലേക്ക് പോവാണ് കേട്ടോ. കണ്ടാ ഇത്രയും ഏരിയ ഉണ്ട്, എല്ലാവരും കണ്ടില്ലേ. അത് നമുക്ക് നല്ലൊരു ഹോളും ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. പിന്നെ ഈ ഹോള് ഇവിടെയാണ് ഊട്ട് നടക്കുന്ന സ്ഥലം, ഊട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ.
പല ഘട്ടങ്ങളിലായിട്ടാണ് 23, 24 ഭക്ഷണങ്ങൾ അങ്ങനെ പാകം ചെയ്ത് ആൾക്കാരെ ഉണ്ട് മാലാഖയുടെ ഊണ് കഴിച്ച് വയറ് നിറച്ച് സംതൃപ്തരായി മാലാഖയുടെ അനുഗ്രഹങ്ങളോടുകൂടി മടങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടുല്ലോ. അപ്പോൾ ഇനി ഇതിനേക്കാളും കൂടുതലായിട്ടൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല. ഇനി നിങ്ങൾ വന്ന് കാണണം. അപ്പോൾ 23, 24 മറക്കരുത്. എല്ലാവരും വരിക. പള്ളിയിലേക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലേക്കും വരിക. ഞാൻ ക്ഷണിക്കുന്നു. പള്ളിയിലും വന്ന് മാലാഖയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരും സുന്ദരമായിട്ട് വയറൊക്കെ നിറച്ച് കണ്ണിനും കാതിനും കരളിനും ഒക്കെ പറ്റിയ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും പോവാട്ടാ. അപ്പം മറക്കരുത്. നമുക്ക് ഉള്ളത് 23, 24 കേട്ടാ.